ഇതിൻ്റെ പിന്നിൽ ദിലീപ് തന്നെ ആയിരിക്കണം, അല്ലാതെ വേറൊരു സാധ്യതയില്ല എന്നാണ് അതിൻ്റെ പല തെളിവുകളും പോലീസ് കണ്ടെടുത്തതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ലോവർ കോടതി തള്ളിക്കളഞ്ഞാലും അത് ഹൈക്കോടതി വിലയിരുത്തുന്നത് അതിനകത്ത് റിലയബിലിറ്റി ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഈ കേസ് തിരിഞ്ഞു വരും. നടിയെ ആക്രമിച്ചതെന്നുള്ളത് ഒരു 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 റിയാലിറ്റിയാണ്, ഇല്ലേ, യാഥാർത്ഥ്യമായ ഒരു സംഭവം തന്നെ. ഹൈക്കോടതി തീർച്ചയായിട്ടും നീതി കിട്ടും എന്നാണ് കരുതുന്നത്. ഹൈക്കോടതി കിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ തീർച്ചയായിട്ടും നീതി കിട്ടും. വേറൊരാളുണ്ട് എന്ന് തെളിയിക്കണം, അത് തെളിവ് കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ ദിലീപിന് ഇതിനകത്ത് മോചനമുള്ളൂ. മറ്റൊരു കാര്യമുള്ളത്, ഈ കുറ്റകൃത്യം നടത്തുന്നതിനിടെ ഇതൊരു കൊട്ടേഷനാണ് എന്നും ദൃശ്യങ്ങൾ പകർത്താൻ സഹകരിച്ചാൽ അത് കഴിഞ്ഞ് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവിടാമെന്നും സുനിൽ പറഞ്ഞതായി മൊഴിയുണ്ട്. ഇത് ആരുടെ കൊട്ടേഷനാണ് എന്ന് മനസ്സിലായില്ലേ എന്ന് സുനി നടിയോട് ചോദിച്ചതായും കുറ്റപത്രത്തിലുണ്ട്. പക്ഷേ ഇന്നലെ കോടതി ദിലീപിനെ വിട്ടയച്ചതോടെ ആരുടെ കൊട്ടേഷൻ പ്രകാരമാണ് സുനിയും കൂട്ടുപ്രതികളും ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്തത് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയല്ലേ? അതായത് ദിലീപ് അല്ലാതെ വേറെ ആരെയും ഉണ്ടോ ഇതിന് പിന്നിൽ? ഞാൻ അങ്ങനെ കരുതുന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ ദിലീപ് തന്നെ ആയിരിക്കണം, അല്ലാതെ വേറൊരു സാധ്യതയില്ല എന്നാണ് അതിൻ്റെ പല തെളിവുകളും പോലീസ് കണ്ടെടുത്തതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റാതെ വന്നു. 120B ഗൂഢാലോചനയ്ക്കകത്ത് പോലീസ് ഹാജരാക്കിയ ആ തെളിവുകൾ കോടതി റിലേ ചെയ്തില്ല. അവിടെയാണ് കോടതി ദിലീപിനെ നിരുപാധികം വിട്ടയച്ചത്. അത് തന്നെയല്ല, ഇതിനകത്ത് നമ്മളിത് വിശകലനം ചെയ്യുമ്പോൾ ഗൂഢാലോചന തെളിയിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. മറ്റുള്ള കുറ്റകൃത്യങ്ങളുടെ സെക്ഷൻ അനുസരിച്ച് കുറ്റച്ചുരുക്കമൊക്കെ പറയുന്നു, ഗൂഢാലോചന എപ്പോഴും രഹസ്യമായിട്ടായിരിക്കുമല്ലോ. രണ്ടുപേര് ഗൂഢാലോചന നടത്തി അതിനകത്തോട്ട് പോലീസിന് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഗൂഢാലോചനയ്ക്ക് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് കൃത്യമായ തെളിവുകൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് പ്രോസിക്യൂഷന്. അതേസമയത്ത് ഗൂഢാലോചനയിലെ അവർ പങ്കെടുത്തെന്നും അതിന് ആ മീറ്റിംഗ് ടു മൈൻഡ്സ്, അതാണ് അവരെ രണ്ട് മനസ്സിൻ്റെ മീറ്റിംഗ്, അത് നടന്നുവെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ എവിഡൻസ് കൂടെ വന്നു കഴിഞ്ഞാൽ അത് സഫീഷ്യൻ്റ് ആണ് ഒരാളെ ഗൂഢാലോചനയ്ക്ക് ശിക്ഷിക്കാൻ എന്ന് പല കേസുകളിൽ കൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് എന്തുകൊണ്ട് കോടതി ആ രീതി സ്വീകരിച്ചില്ല? കാരണം 7 സ്ഥലങ്ങളിൽ വെച്ച് ദിലീപും പൾസർ സുനിയും മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്, പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 സ്ഥലങ്ങളിൽ 2 സിനിമ ഷൂട്ടിംഗ് പ്ലേസ് വെച്ചാണ് കണ്ടിരിക്കുന്നത്. അത് സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് കോടതി അത് റിലേ ചെയ്തില്ല? അതാണ് നമുക്ക് ജഡ്ജ്മെന്റ് വരുമ്പോൾ പരിശോധിക്കേണ്ടത്. ദിലീപിനെ കേസുമായി ബന്ധിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടെന്ന ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. എന്നാൽ ഇതൊന്നും ദിലീപിനെ ഗൂഢാലോചനയുമായി ബന്ധിപ്പിക്കാൻ പര്യാപ്തമല്ലെന്ന് വിചാരണ കോടതി കണ്ടെത്തിയെന്ന് വേണമോ നമുക്ക് നിലവിൽ അനുമാനിക്കാൻ? അപ്പോൾ എവിടെയാണ് പ്രോസിക്യൂഷന് പാളിയത്? പ്രോസിക്യൂഷനകത്ത് പാളിയെന്ന് ഞാൻ കരുതുന്നില്ല. പ്രോസിക്യൂഷൻ കൃത്യമായ എവിഡൻസുകളെല്ലാം, എടുക്കാവുന്ന എവിഡൻസുകളെല്ലാം എടുത്തിട്ടുണ്ട്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ രണ്ടാമത്തെ ഭാഗത്താണ് ആ ഗൂഢാലോചനയ്ക്കുള്ള എവിഡൻസുകളെല്ലാം വന്നത്. ആദ്യത്തെ ഭാഗത്ത് അത് കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനകത്ത് ഇത് ഒരു പീഡനം അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ആരോ കൊടുത്തു എന്നുള്ള രീതിയിൽ മാത്രമേ ഫസ്റ്റ് പാർട്ടിൽ വരുന്നുള്ളെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. സെക്കൻഡ് പാർട്ടിലാണ് ആ എവിഡൻസുകൾ മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒരു കുറ്റച്ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുറ്റച്ചാർജിൽ അനുബന്ധമായിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു റിപ്പോർട്ടൂടെ കൊടുത്ത് ആദ്യത്തെ കുറ്റച്ചാർജിനോടെ ചേർക്കുന്ന ഒരു സ്വഭാവമാണ്. അതാണ് പ്രോസിക്യൂഷൻ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചില ചാനലിലൊക്കെ വാർത്ത വന്ന പോലെ ആദ്യത്തെ കുറ്റച്ചാർജ്, പിന്നീട് വന്ന കുറ്റച്ചാർജ്, അങ്ങനെ 2-3 കുറ്റച്ചാർജ് എന്ന് പറഞ്ഞാൽ അത് ഒരു പോലീസിൻ്റെ ഒരു കേസിൻ്റെ അന്വേഷണം കഴിഞ്ഞാൽ ഒരു കുറ്റച്ചാർജ് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അനുബന്ധമായ കുറ്റച്ചാർജ് ഉണ്ടാവും. അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള അധികാരം പോലീസിനുണ്ട് 147 CRPC പ്രകാരം. അത് ഏത് കേസായാലും എത്ര നാൾ ട്രയൽ നടത്തി തീരുന്നതിന് എവിഡൻസ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മതി. സാക്ഷികളെല്ലാം വിസ്തരിച്ച ശേഷം മതി. എവിഡൻസ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കൊടുത്താൽ മതി. ഇതിനകത്ത് ചില എവിഡൻസുകൾ പുതിയതായിട്ട് വരുന്നുണ്ട്, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്താൽ അവിടെ ട്രയൽ സ്റ്റോപ്പ് ചെയ്യും. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് ശേഷം ആ കേസിൻ്റെ വിചാരണ പുനരാരംഭിക്കുകയും ചെയ്യും.
ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ അപ്പീൽ കോടതികളിൽ ഫലപ്രദമായി ഉന്നയിക്കാനാകുമെന്ന ആത്മവിശ്വാസം പ്രോസിക്യൂഷനും അതിജീവിതയ്ക്കായി ഹാജരായ അഭിഭാഷകർക്കുമുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടുമോ അതിജീവിതയ്ക്ക്? ഹൈക്കോടതി തീർച്ചയായിട്ടും നീതി കിട്ടും എന്നാണ് കരുതുന്നത്. ഹൈക്കോടതി കിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ തീർച്ചയായിട്ടും നീതി കിട്ടും. കാരണം ഇതിനകത്ത് കോടതി എങ്ങനെയാണ് ഓരോ ഗൂഢാലോചനയ്ക്ക് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഓരോ സംഗതികളും കോടതി എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ എങ്ങനെയാണ് ആ തെളിവുകളെ കോടതി ഉൾക്കൊണ്ടത്, അത് അത്രയും പോരാ, അത് തെളിവല്ല എന്നൊക്കെയുള്ള നിഗമനങ്ങൾ കോടതിയുടെ മനസ്സിൽ വരും. അതനുസരിച്ചാണ് കോടതി ദിലീപിനെ മോചിപ്പിച്ചത്. പക്ഷേ ഹൈക്കോടതി ചെന്ന് കഴിയുമ്പം വ്യത്യസ്തമായ മൈൻഡാണ് അവിടെയുള്ളത്. ഇപ്പം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ആ തെളിവുകൾ ലോവർ കോടതി തള്ളിക്കളഞ്ഞാലും അത് ഹൈക്കോടതി വിലയിരുത്തുന്നത് അതിനകത്ത് റിലയബിലിറ്റി ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഈ കേസ് തിരിഞ്ഞു വരും. ആ ഗൂഢാലോചന കേസിനകത്ത് തീർച്ചയായിട്ടും മെറ്റീരിയൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ മെറ്റീരിയൽ നന്നായിട്ട് ചിലപ്പം പ്രോസിക്യൂഷൻ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്തില്ല എന്നുള്ളതാകാം. അല്ലെന്നുണ്ടെങ്കിൽ അത് കേട്ട ജഡ്ജ് അത് പ്രോസിക്യൂഷന്റെ അവരുടെ ആ സ്വീകാര്യത കോടതി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതി അത് തള്ളിക്കളഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് ദിലീപിനെ ഇതിനകത്ത് നിന്ന് മോചിപ്പിച്ചത്. ഈ വിധിപ്പകർപ്പ് വന്നു കഴിഞ്ഞാൽ ഉടൻ അപ്പീൽ പോകുമെന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ സർക്കാർ സമീപിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും? നിലവിൽ സമർപ്പിക്കപ്പെട്ട ഈ തെളിവുകൾ ഹൈക്കോടതിയിൽ പര്യാപ്തമാകുമോ? അത് നിലനിൽക്കുമോ ഹൈക്കോടതിയിൽ? തീർച്ചയായിട്ടും ഇവിടെ ആധാരമാക്കിയ തെളിവ് ധാരാളമാണ്. അത് ലോവർ കോടതി അംഗീകരിച്ചില്ല. അത് ഹൈക്കോടതി അംഗീകരിച്ച പ്രശ്നം തീർന്നില്ല. പുതിയ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. ഈ പോലീസ് കോടതി കൊടുത്ത കുറ്റച്ചാർജും അതിൻ്റെ ഡിപ്പോസിഷൻസും അതിൻ്റെ പോലീസിൻ്റെ ആർഗ്യുമെൻറ്റും പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻറ്റും പ്രതിഭാഗത്തിൻ്റെ ആർഗ്യുമെൻറ്റും അത് വീണ്ടും ഹൈക്കോടതി പരിശോധിക്കും. അതിനകത്ത് ലോവർ കോടതിയിലെ ജില്ലാ ജഡ്ജി അത് റിലേ ചെയ്തില്ല അല്ലെങ്കിൽ ആധാരമാക്കിയില്ല എന്ന് ആണ് ഹൈക്കോടതിക്ക് തോന്നിയാൽ കാറ്റ് മാറി വീശും ഉറപ്പായിട്ടും. ദിലീപ് നിലവിൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാണ്. പക്ഷേ ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് 2 കേസുകളും വിചാരണക്കിടെ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നിങ്ങനെ 3 കേസുകൾ കൂടി ദിലീപിനെതിരെയുണ്ട്. ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിൽ ദിലീപിന് കുരുക്കുണ്ടാകുമോ? അത് കോടതി മേജർ ഒഫൻസ് വിട്ടുപോയതുകൊണ്ട് ആ സാക്ഷികളെ സ്വാധീനിച്ച് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതിക്ക് പരിഗണിക്കാം. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാകില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. കേസിന് ഇനി ഹൈക്കോടതിയിലോട്ട് മാറും. അതേസമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിച്ച് എന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേസ് ശിക്ഷിച്ചോ വിട്ടാലോ ഒന്നും അതിന് പ്രസക്തിയില്ല. ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസ് സെപ്പറേറ്റ് കേസാണ്, സെപ്പറേറ്റ് ഓഫൻസാണ്. അതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന് അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനകത്ത് ശിക്ഷ വാങ്ങിക്കാം. തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. ഏറെ വൈകിയാണെങ്കിൽ കൂടി അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ ഈ കേസിൽ? നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നീതി കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ഹൈക്കോടതിയാണ്. അവിടെ നീതി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി പോകും. ഈ ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയെ വ്യത്യസ്തമായ രീതികളിലാണ് കോടതിയിലെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ അവർ പരിശോധിക്കുന്നത്. വേറെ ആംഗിളിലൊക്കെ ആയിരിക്കും അവർ നോക്കുന്നതും കാണുന്നതും. നമ്മൾ കാണുന്ന പോലെയല്ല, അല്ലെങ്കിൽ ജില്ലാ കോടതി കണ്ട പോലെ ആയിരിക്കത്തില്ല ഹൈക്കോടതിയിലെ ജഡ്ജസ് ആ ഓരോ തെളിവ് കാണുന്നതും അതിനെ വിലയിരുത്തുന്നതും അതിൻ്റെ റിലയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നും അത് നിയമപരമായിട്ട് നിലനിൽക്കുകയോ ഇല്ലയോ എന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ട് അതിനകത്ത് കഴമ്പുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹൈക്കോടതി ദിലീപിനെ ശിക്ഷിക്കാനും സാധ്യതയുണ്ട്. ഈ വിസ്താരവും വിചാരണയും ഇത്രത്തോളം നീണ്ടുപോയ സമാനമായ മറ്റൊരു കേസ് ഉണ്ടാകുമോ? എന്താണ് നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് സാറിന്റെ ഒരു പൊതുവിലയിരുത്തൽ? നടിയെ ആക്രമിച്ചെന്നുള്ളത് ഒരു 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 റിയാലിറ്റിയാണ്, ഇല്ലേ? യാഥാർത്ഥ്യമായ ഒരു സംഭവം തന്നെയാണ്. ആക്രമിച്ചു, വളരെ ക്രൂരമായ രീതിയിൽ, വളരെ വ്യത്യസ്തമായ ഒരു കൊട്ടേഷൻ ആയിരുന്നു അത്. പലരെയും കൊല്ലാനും പിടിക്കാനും പണം തട്ടിയെടുക്കാനൊക്കെ കൊട്ടേഷൻ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ കൊട്ടേഷൻ കൊടുത്ത് ഒരു നടിയെ പീഡിപ്പിക്കാൻ വേണ്ടി, ഒരു വ്യക്തിയെ സെക്ഷുവലായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കൊട്ടേഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഇന്ത്യയിൽ ആദ്യമായിരിക്കണം. അത് വ്യത്യസ്തമായ രീതിയിലൊരു കൊട്ടേഷനാണ്. അത് എന്തിനാണ് ആ കൊട്ടേഷൻ അങ്ങനെ കൊടുക്കുന്നത്? അവരുടെ ഇമേജ് സിനിമാ രംഗത്ത് തകർക്കാൻ വേണ്ടി തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ കൊട്ടേഷൻ
അതിന് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ആർക്കാണ് അതിജീവിതയോട് ഇത്ര വൈരാഗ്യം? അങ്ങനെ വേറൊരാളെ ഇതുവരെ നമ്മൾ സിനിമാ ഫീൽഡിൽ കണ്ടിട്ടില്ല. അത് ദിലീപ് മാത്രമാണ് കണ്ടിരിക്കുന്നത്. ആ ലൈനിലേക്കാണ് പോലീസിന്റെ അന്വേഷണം പോയിരിക്കുന്നത്. അത് അവരെ തകർക്കാൻ വേറൊരാൾ ഉണ്ട് എന്ന് ദിലീപിന് തെളിയിച്ചാൽ ആ ദിലീപ് അതിനകത്ത് പെർമനന്റ് ആയിട്ട് ഹൈക്കോടതി സുപ്രീം കോടതിയിലൊക്കെ രക്ഷപ്പെടാം. പക്ഷെ വേറൊരാളുണ്ട് എന്ന് തെളിയിക്കണം. അത് തെളിവ് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ദിലീപിന് ഇതിനകത്ത് മോചനമുള്ളൂ. അല്ലെങ്കിൽ അത് കൊണ്ടുവരാത്തിടത്തോളം കാലം ഹൈക്കോടതിയിലോ അല്ലെ സുപ്രീം കോടതിയോ ദിലീപിൻ്റെ കേസിനകത്ത് ദിലീപിന് ശിക്ഷ കിട്ടാനാണ് സാധ്യതയെന്നാണ് എൻ്റെ ഒരു നിഗമനം.